ഗായ്സ്, ഞങ്ങൾ ഇന്ന് പുലിക്കാട് വരെ പോവാണ്. ഞങ്ങളുടെ വീട്ടിലൊരു ചേച്ചി ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ വീട് വരെ പോവാണ്. മാത്രമല്ല പെരുന്നാളൊക്കെ അല്ലേ, ആടിനെയും കൂടെ മേടിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ പോവാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ ആടൊക്കെ ഉണ്ട്, അപ്പോൾ അതും കൂടെ മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് 4 മാസം ഉള്ളപ്പം മുതൽ വരുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള അംഗം പോലെയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങളങ്ങോട്ട് പോയി. പിന്നെ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടാണ് ഞങ്ങൾ നടന്നായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേച്ചിയെ ഞാൻ വീഡിയോസിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ചേച്ചി വേണ്ടി ഇവിടെ മഞ്ഞുടിപ്പിട്ടാണ് നിൽക്കുകയാണ് കേസ്. പിന്നെ ഇവിടൊക്കെ നല്ല വെള്ളം നിറയാറായി, വെള്ളം പൊങ്ങി കേട്ടോ, നല്ല വെള്ളം പൊങ്ങി. അങ്ങനെ വെള്ളത്തൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചേച്ചിയുടെ ബന്ധുക്കളുടെ വീട്ടിലോട്ടൊക്കെ പോയി കണ്ടിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഞാനും അമ്മമ്മയും അമ്മത്തായും ഫഹദും എല്ലാവരും കൂടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ഉണ്ണി എല്ലാവരും കൂടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ കുറേ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പട്ടിക്കുട്ടികളൊക്കെ പേടിയായതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും തൊടാൻ പോയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത ബന്ധുക്കളെയൊക്കെ കാണാൻ വേണ്ടി ഫ്രണ്ടിലോട്ട്, എല്ലാവരുടെയും വീട് അടുത്തടുത്താണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ഇവിടുന്ന് കാണാൻ പറ്റില്ല, അടുത്തടുത്താണ്. പിന്നെ ഇത് കണ്ടോ, ഒരു പട്ടിക്ക് 4 മക്കളാണ് കേട്ടോ. എല്ലാവർക്കും കൂടെ പാൽ കുടിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് ഒരു അടിച്ചുകൂടി കുടിക്കുകയാണ്. പിന്നെ അവിടെ കുറേ കുട്ടികളെയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് കയറി. പിന്നെ ഞാൻ ഒരു വീട് ഇപ്പോൾ കാണിച്ചു കേട്ടോ. ഈ വീടിൻ്റെ ഇങ്ങ് വരെ എത്തി, വെള്ളം ഇവിടെ വരെ എത്തി കേട്ടോ. നല്ല കളറ് മങ്ങിയ വെള്ളമാണ് കേട്ടോ. പിന്നെ മറ്റേ അഴുക്ക് വെള്ളം പോലുള്ള വെള്ളമാണ്. അതല്ലാതെ കാലിടാൻ വേണ്ടി ഞങ്ങൾ പോയി. അപ്പോൾ ചേച്ചി പറഞ്ഞു കാലിടരുത്, കാൽ ചോറിയുന്നു. എന്നിട്ട് ഫഹദ് പോയി കാലിട്ട് കൈസ്. പിന്നെ അവിടെ ഞങ്ങൾ ഒരു പട്ടി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പട്ടി എൻ്റെ പുറകെ നടക്കുകയാണ്. എനിക്ക് ചെറിയ പേടിയാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പട്ടിയൊക്കെ കടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു പട്ടി എന്നെ കടിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ സാധാ ഫോട്ടോ എടുക്കുന്ന കൂട്ടൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ഊഞ്ഞാലുണ്ട്. എനിക്ക് ആദ്യമൊക്കെ ആ ഊഞ്ഞാലിനകത്ത് കയറാൻ ചെറിയൊരു ഭയമായിരുന്നു. പിന്നെ ഞങ്ങളൊരു ദിവസം ഭയമൊക്കെ മാറ്റി കയറി. ഇതെല്ലാം കൂടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് കയറാൻ ഭയം. പിന്നെ ഞാൻ ഇറങ്ങിക്കൊട്ട് അവന് കയറണം എന്ന് പറഞ്ഞ് ഞാൻ അവനും കയറി. പിന്നെ ഞങ്ങൾ ആടിനെ പോയി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആടിനെയൊക്കെ ഞങ്ങൾ കണ്ടു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയി കാറിനകത്തോട്ട് കയറി. ഞാൻ ഓടിപ്പോടി കയറുമായിരുന്നു ഗൈസ്. ഞാൻ ആരും നോക്കുന്നത്, എനിക്ക് സൈഡ് സീറ്റ് വേണം, അപ്പോൾ ഞാൻ ആദ്യം പോയി കയറും. പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടെ അവർ അന്നേയല്ലേ, അപ്പം ഒന്ന് കരിങ്കാലിപ്പുഞ്ചയിലും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കരിങ്കാലിപ്പുഞ്ചയിൽ പോകുന്നു. എനിക്ക് ഫഹനി കരിങ്കാലിപ്പുഞ്ചയിൽ പോകുന്നതിൻ്റെ സന്തോഷമാണ്. പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം അടച്ചിട്ടേക്കുവാണ്. നല്ല വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ വീഡിയോ മാത്രം എടുത്ത് ബാക്കി പ്രത്യേകിച്ചൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കാലൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വെള്ളമൊക്കെ ഇങ്ങനെ പൊങ്ങി എത്തി കേട്ടോ. ഈ റോഡിലൊക്കെ വെള്ളം ആകുന്നുണ്ട്, കയറി വരുവാണ് കേട്ടോ. എൻ്റെ മുട്ടിൻ്റെ അവിടെ വരെയാണ് ഈ വെള്ളത്തിൻ്റെ ആൾ, അത്രയ്ക്ക് വെള്ളമാണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വയറ് വരെ വെള്ളം കാണും, അത്രയ്ക്ക് വെള്ളമുണ്ട് കേട്ടോ. അതെ കണ്ടോ, ഇവിടെ എല്ലാവരും കൂടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുമായിരുന്നു. ഞങ്ങൾ ചൂണ്ടയിട്ട് മീനൊന്നും പിടിക്കാൻ തോന്നില്ല. ഇനി ഇവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാമല്ലോ, ഈ വെള്ളം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത്ര ആൾക്കാർ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത്ര ആൾക്കാർ എന്തിനാണ് ഇത് കാണാൻ വേണ്ടി വന്നതെന്നാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായക്കടയൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിന്നിട്ടോ. എന്നിട്ട് ഞാനും ഫഹദും ബ്രൂ ആണ് കുടിച്ചത്. പിന്നെ ബാക്കിയെല്ലാവരും ചായയും കുടിച്ചിട്ടോ. എൻ്റെ ഉമ്മയും പിന്നെ ബ്രൂ ആണ് കുടിച്ചത്. ഞങ്ങൾ അപ്പം ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ അമ്മമ്മ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മയും അമ്മത്തേയും കൊണ്ടുവിടാൻ പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അമ്മ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇത്ര നമ്മുടെ അടുത്തോട്ട് വീണ്ടും